ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന പപ്പായ വെച്ചിട്ടാണ് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത്. ക്രിസ്മസ് കാലമല്ലേ, കേക്കുകളുടെയും കൂടെ കാലമാണ്. അപ്പം കേക്കിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉപയോഗിക്കാവുന്നതാണ്. കേക്കിൽ തന്നെയല്ല, ബൺസിലും അതുപോലെ ഡെസേർട്ട്സിലും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ടൂട്ടി ഫ്രൂട്ടി നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്ന ഒരു കാര്യമാണ് പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക, കപ്പളങ്ങ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു സാധനം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ പുറന്തൊലിയെല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതിനകത്തെ സീഡ്സ് റിമൂവ് ചെയ്തിട്ട് ഒന്നുകൂടെ വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ പുറന്തൊലിയെല്ലാം ഞാൻ ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തെ സീഡ്സ് കൂടെ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സീഡ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയൊരു 4 പോലുള്ള ഒരു ഭാഗമുണ്ട്, അതുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്നെങ്കിൽ നമുക്ക് ചെത്തിക്കളയാം, അല്ലെങ്കിൽ എളുപ്പത്തിൽ ഇതേപോലെ ചെയ്താൽ മതി. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരണ്ടി എടുത്താൽ മതി. നന്നായിട്ട് പെട്ടെന്ന് അത് ക്ലീനായി കിട്ടും. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം, ആ ഒരു പപ്പായയുടെ 1/4 ഭാഗത്തോളം ഞാൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ചെറുതാക്കണ്ട, കാരണം ഇത് കുക്ക് ചെയ്യുമ്പം കുറച്ചുകൂടെ ഒന്ന് ചെറുതാവും. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് പാത്രത്തിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നെകക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ മാക്സിമം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതായത് ഒന്ന് ഹാഫ് കുക്കായി കിട്ടിയാൽ മതി. ഇതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറി കിട്ടണം, അതിൻ്റെ ആ പച്ച ചുവ മാറി കിട്ടണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തെ വെള്ളം ഊറ്റിക്കളയാം. ഇനി അടുത്തതായിട്ട് ഇത് ചെയ്യാൻ പോകുന്നത് ഇത് പഞ്ചസാര റെഡിയാക്കിയാണ്, പഞ്ചസാര സിറപ്പ് റെഡിയാക്കിയാണ്. അതിനായിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ഏകദേശം ഒരു 400 ഗ്രാമിനടുത്തുള്ള പഞ്ചസാര. 1/2 കപ്പ് പഞ്ചസാര, അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് തിളച്ച് വന്നിട്ട് ഒരു നൂൽ പരുവാവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അതിന് മുമ്പേ ഞാൻ ഇതിലേക്ക് കുറച്ച് എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും എസൻസ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ അതിലേക്ക് റോസ് എസൻസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, ഒരു നൂൽപ്പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വീണ്ടും കുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് ഷുഗർ സിറപ്പ് എല്ലാം നന്നായിട്ട് അബ്സോർവ് ആയിട്ട് നല്ലൊരു മധുരം കിട്ടണം. അപ്പം നമുക്ക് അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു മാക്സിമം ഒരു 7 to 10 മിനിറ്റ്സ് എടുക്കും ഇതൊന്ന് റെഡി ആയി കിട്ടാൻ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണത്തിനുള്ള കളറുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ലൈറ്റായിട്ട് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ കളറ് ചേർത്ത് കൊടുക്കണം. അപ്പം പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഞാനിപ്പോൾ ഇന്ന് 3 കളറാണ് ചെയ്യുന്നത്. അപ്പം 3 പാത്രത്തിലേക്ക് ഞാൻ മാറ്റി. അതിലേക്ക് ആദ്യത്തേതിനകത്ത് റെഡ് ചേർത്തിട്ടുണ്ട്, രണ്ടാമത്തേതിനകത്തോട്ട് യെല്ലോ കളറ്, മൂന്നാമത്തേതിനകത്തോട്ട് ഗ്രീൻ കളറാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 3 കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കണം. അപ്പം നമ്മൾ എത്ര നേരം ഇതിൻ്റെ കളറ് പിടിക്കാൻ വേണമെന്നുള്ളത് നമ്മൾ ചേർക്കുന്ന കളറിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. നല്ല കളറാണെങ്കിൽ ഒരു അരമണിക്കൂറും കൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് അബ്സോർവ് ആയി കിട്ടും. പിന്നെ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ നാച്ചുറലായിട്ടുള്ള കളേഴ്സൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഈ കളറെല്ലാം ഇതിലേക്ക് അബ്സോർവ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എക്സസ് ആയിട്ടുള്ള നമ്മൾ വെള്ളമയം ഒന്ന് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതിനായിട്ട് ടിഷ്യൂവിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒപ്പിയെടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കേക്കിനകത്ത്, മെയിനായിട്ട് കേക്കിനകത്ത്, ബൺസിനകത്ത്, അതുപോലെ നമുക്ക് ഡെസേർട്ട്സ് ഐറ്റം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കുട്ടീസിനൊക്കെ വളരെ ഇഷ്ടമല്ലേ ഈ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ റെഡിയാക്കി, ഫ്രൂട്ട് സലാഡൊക്കെ റെഡിയാക്കി കൊടുക്കുമ്പോഴേ. എൻ്റെ മോൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ആദ്യത്തെ റെഡ് കളർ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഇനി അടുത്തത് യെല്ലോ കളറൂടെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിലൊന്ന് റെഡിയാക്കി നോക്കണം. നിങ്ങൾക്ക് റെഡിയാക്കി നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ
എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റിൽ കൂടെ അറിയിക്കാൻ ശ്രമിക്കുക. അങ്ങനെ യെല്ലോ കളർ ഞാൻ അബ്സോർവ് ചെയ്ത് ഇതിനകത്തെ വെള്ളമയം എല്ലാം ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ട് ടിഷ്യൂ വെച്ചിട്ട്. ഇനി അടുത്തത് ഗ്രീൻ കളറാണ്. അപ്പം ഗ്രീൻ കളറും അതേപോലെ തന്നെ സെയിം രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി നമുക്കിതൊന്ന് ഒരു ദിവസം ഒന്ന് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പം പുറത്തൊന്നും വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഒത്തിരി നാൾ ഇത് വെക്കണമെങ്കിൽ ഇതേപോലെ ഡ്രൈ ആക്കി പുറത്ത് തന്നെ വെക്കാം. അല്ല എങ്കിൽ അതേപോലെ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു രീതിയിൽ തന്നെ വേണ്ടതെങ്കിൽ അത് നമ്മൾ നല്ല എയർ ടൈറ്റ് ഉള്ള ഒരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇത്രയാകുമ്പം തന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി കണ്ടില്ലേ, നല്ല രസമല്ലേ, കളർഫുൾ ടൂട്ടി ഫ്രൂട്ടിയാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.